സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ NH66 വർക്കിൽ അടിപൊളി കാഴ്ച കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ കുറേ നാളായി നമ്മുടെ ഈ പാലത്തിൻ്റെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എടുത്തു വെക്കുന്നൊരു ഗേഡറാട്ടത്. അതിൻ്റെ വർക്ക് കാണിക്കാന്ന് വിചാരിച്ച് വരുന്ന സമയത്തൊന്നും അവർ എടുത്തു വെക്കൂല. ഏതായാലും ഇന്നിതാ എടുത്തു വെക്കുന്ന അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അടിപൊളി കാഴ്ച ബോക്സ് ഗേഡർ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ KMC പുറക്കാട്ടിരി പാലത്തിൻ്റെ ബോക്സ് ഗേഡറൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ ബോക്സ് ഗേഡർ എടുത്തു വെക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 2 3 4 5 ഗേഡറും എടുത്ത് വെച്ച് കഴിഞ്ഞു. ഒരു സ്പാൻ കഴിഞ്ഞ് രണ്ടാമത്തെ സ്പാനിൽ ഒന്നും കൂടി എടുത്ത് വെക്കാണ്ട് അത് എടുത്ത് വെക്കാൻ ഇപ്പോൾ ഇവർ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതായത് അവിടെ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വജ്രം ക്രെയിൻസ് തന്നെ കേട്ടോ ഇവരുടെ ഫുൾ സബ് വർക്ക് അവർ തന്നെയാണ്. ഇതും അവർ തന്നെയാണ്. KMCൻ്റെ ഫുള്ള് വർക്ക് കഴിയുന്നവരെ അവർ തന്നെ ആയിരിക്കും കേട്ടോ. അതിലിവർ ബോക്സ് ഗേഡറൊക്കെ റോഡിൻ്റെ മുകളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഓരോരോ പീസ് ഗേഡറാണ് 14 ടണ്ണ് വെയിറ്റ് വരുന്ന ഒരു പീസ്. അങ്ങനെ മൊത്തത്തിൽ 52 ടണ്ണ് വരുന്നുണ്ട് കേട്ടോ ഈ ബോക്സ് ഗേഡർ. ഓക്കെ, അത് അവർ റോഡിൻ്റെ മുകളിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് പ്രീ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് കമ്പി ഉള്ളിൽ കൂടി നമ്മളെ കേബിൾ ടൈറ്റാക്കി പരിപാടിയൊക്കെ കഴിച്ച് അവരിതാ ആ ക്രെയിനിന്ന് ഒരു വണ്ടിയിൽ അവർ ഇവിടേക്ക് എത്തിച്ചു കേട്ടോ. അതിനുശേഷം ക്രെയിനിന്ന് നമ്മുടെ ട്രാക്കിലെ ആ ഒരു ട്രോളിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പാലത്തിൻ്റെ ആ സ്പാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു വെക്കുന്ന നമ്മുടെ ഗാൻട്രി ക്രെയിനൊക്കെ അവിടെ തയ്യാറാണ്. വേറൊരു ഗേഡർ അവിടെ എടുത്ത് വെച്ച് അവർ അതിൻ്റെ മുകളിൽ നിന്ന് കേബിളൊക്കെ മായ്ച്ച് മാറ്റാണ്ട് അതവർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ഗേഡർ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു വെക്കുന്ന കാഴ്ച. ഏതായാലും ഗാൻട്രി ട്രെയിന് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ അത് ഏതായാലും ഇന്ന് എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. ഗേഡർ അതാ അവിടെ അവർ ലൈൻ അപ്പുറത്തെ ട്രോളിൻ്റെ മുകളിലേക്ക് അവർ കണക്ഷൻ കൊടുക്കുന്നു. ഒരേ സമയത്തും അതിൻ്റെ മുൻഭാഗത്ത് ജനറേറ്ററുണ്ട്. അതിൻ്റെ വർക്കിങ്ങിലൂടെയാണ് അതങ്ങനെ മുന്നോട്ട് 2 ട്രോളിയും വർക്ക് ചെയ്യുന്നത്. അതിലൂടെ അങ്ങനെ ഈ ട്രാക്കിലൂടെ അങ്ങനെ വരും കേട്ടോ. ഈ ട്രാക്ക് നമ്മുടെ കോരപ്പുഴ പാലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഓവലായിട്ട് കുറച്ച് സെൻറ്റർ ഭാഗത്തേക്ക് ഹൈറ്റ് കൂടിയ ചെറിയൊരു ആർച്ച് രൂപത്തിലാണ്. ഇങ്ങോട്ട് ചെറിയൊരു കയറ്റുണ്ട് കേട്ടോ. ഈ പാലം ഇങ്ങനെ പൊന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും? വലിയ ബോട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അതുകൂടാതെ അല്ലെങ്കിൽ നമ്മുടെ പാലത്തിൻ്റെ സ്ട്രോങ്ങിന് വേണ്ടിയിട്ടോ. ഏതായാലും പാലം പൊന്തിച്ചതിലൊരു കാര്യമില്ല കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കോഴിക്കോട് കടപ്പുറ സൈഡിലേക്ക് നമ്മുടെ കോരപ്പുഴ മറ്റേ പാലം അതും റെയിൽവേ ട്രാക്കൊക്കെ താന്നിട്ടാണ്. അപ്പോൾ അതിലൂടെ വലിയ ബോട്ടുകളൊന്നും വരാൻ സാധ്യതയില്ല. ഇങ്ങനെ ഓവലാകുമ്പം പാലത്തിനൊക്കെ ഒന്നുകൂടി സ്ട്രോങ് കൂടും. അത്യാവശ്യം നീളം കൂടിയൊരു പാലാട്ടത്. ഏകദേശം 500 മീറ്റർ നീളമുണ്ട്, 1/2 കിലോമീറ്റർ നീളം തന്നെ ഉണ്ട് ഈ പാലം. അതുകൊണ്ട് അതിൻ്റെ സ്ട്രോങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം ഇത് ഒരു ഓവൽ ഷേപ്പിലായി ചെയ്തു വെച്ചത് അല്ലേ. ഏതായാലും ഒരു പുതിയ പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത്. അതുകൂടാതെ ഇതൊരു പഴയ പാലം. ഇപ്പുറം 3ാമത്തെ ഒരു പാലാട്ടോ. അങ്ങനെ 3 പാലാവും. നമ്മുടെ കോഴിക്കോട് റീച്ചിൽ മൊത്തം 3 പാലാണ്. മലപ്പുറം റീച്ചിൽ ചില ഭാഗങ്ങളിൽ 2 പാലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ കൂരിയാട് കഴിഞ്ഞിട്ടുള്ള ആ പാലത്തിൻ്റെ പേരെന്താ, അവിടെയൊക്കെ ഒരു പഴയ പാലും ഒരു പുതിയ പാലം ഉള്ളൂ കേട്ടോ. ഇനിയൊക്കെ അവിടെയൊക്കെ ഒരു പാലം കൂടിയൊക്കെ വരാനുണ്ടാവും. അങ്ങനെ 52 ടണ്ണും വഹിച്ച് ഇങ്ങനെ അത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ സ്ലോയിലാട്ടത് വരിക. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഇരുമ്പിൻ്റെ വീല് തിരിയുന്നത് കാണാം എടാ. പതുക്കെ അങ്ങനെ അതിങ്ങനെ വരുള്ളൂ കേട്ടോ. പിന്നെ ഇവരൊരു ഗേഡർ അവിടെ ഗാൻട്രി ക്രെയിൻ്റെ മുകളിൽ വെച്ച് പിന്നെ അതാ അവിടെ സെറ്റാക്കുന്ന സമയം അത് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ ഇവർ എടുത്തു കൊണ്ടുവരും. ഒരു ദിവസം 3 എണ്ണം വെക്കുന്നുണ്ട് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഇപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വർക്ക്. ഇന്ന് 3ാമത്തേതാണ് എടുത്തു വെക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരാഴ്ചയോളമായി ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കലൊക്കെ നടക്കുന്നത്.
കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ സെറ്റാക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഗാൻട്രി ക്രെയിനൊക്കെ വന്ന് ഫിറ്റാക്കുക. പിന്നെ അതുപോലെ ഇതൊരു 3 വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗാൻട്രി ക്രെയിൻ അപ്പുറത്തെ സ്പാൻ്റെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതൊക്കെ വലിയ പാടുള്ള പണികളാണ് അതൊക്കെ. എന്തായാലും ഗാൻട്രി ക്രെയിന് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഏതായാലും നടക്കും തോന്നുന്നില്ല. അത് നാളെ വന്ന് നോക്കട്ടെ. നാളെ പറ്റുമെങ്കിൽ വരണം. അതുകൂടാതെ ഇവിടുന്നതാ ഒരു ഗാഡർ ഇനി അപ്പുറത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാണ്ട്. അത് നല്ലൊരു കാഴ്ചയാണ്. എങ്ങനെയാണെന്നുള്ള എനിക്ക് സംശയമുള്ള കാര്യമായിരുന്നു കേട്ടോ. അടുത്ത സ്പാൻ്റെ മുകളിലുള്ള വർക്കുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അത് സസ്പെൻഷൻ വർക്കിൻ്റെ മെഷീനൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുന്ന ജോലികൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ജോലിക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ കണ്ടിന്യൂ വർക്കിംഗ്, അതിൻ്റെ മുറ പോലെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ സമയം നിൽക്കണം കേട്ടോ. കുറേ സമയം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ. ഇപ്പം തന്നെ വന്നിട്ട് ഞാനൊരു മണിക്കൂറായി. ഈ മണിക്കൂറുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്താലേ ഒരു ഫുൾ വീഡിയോ ആക്കാൻ കഴിയുള്ളൂ കേട്ടോ. നേരത്തെ കണ്ടില്ലേ, ഗാഡർ തിരിഞ്ഞു വരുന്ന കണ്ടില്ലേ, ഇങ്ങോട്ട് വരുന്ന കാഴ്ച. അത് എത്ര സമയം എടുക്കും ഇവിടെ എത്താൻ. അതുപോലെ ഓരോ വർക്കും അപ്പുറത്തെ ക്രെയിൻ അങ്ങോട്ട് നീക്കണ വർക്ക് നടക്കുന്നുണ്ടോ. അതെടാ ഞാൻ അന്ന് പറഞ്ഞോട്ട് തന്നെ ഉണ്ടോ പരിപാടി. അടിയിലൊരു ട്രാക്ക് വരി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് നീക്കി വെക്കുന്ന പരിപാടി. ഓക്കെ, അപ്പുറത്തുള്ള ഗാഡറും അങ്ങോട്ട് നീക്കാനുള്ളതാണ്. ഹലോ, കാണുന്നില്ലേ? ഹൈഡ്രോളിക് ജാക്കിയൊക്കെ വെച്ചിട്ടാണ്. ഹൈഡ്രോളിക് ജാക്കിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണത് പരിപാടി. ആ ട്രാക്കിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് നീങ്ങുക. അതായത് അപ്പുറം അതാ ഒരു ബോക്സ് കണ്ടില്ലേ, കോൺക്രീറ്റിൻ്റെ അപ്പുറം കണ്ടില്ലേ 2 ബോക്സ്. അതിൻ്റെ മുകളിലേക്കാണ് ഈ ഗാഡറിൻ്റെ തല നീങ്ങേണ്ടത്. അതുവരെ നീക്കിയിട്ട് മറ്റേത് നീക്കണം. എന്നിട്ട് വേണം അപ്പുറമുള്ളത് എടുത്ത് വെക്കാൻ. ഓക്കെ, താഴത്തെ ഭാഗത്തു നിന്നുള്ള കാഴ്ച കേട്ടോ. പാലത്തിൻ്റെ ഷേപ്പ് കണ്ടില്ല നിങ്ങൾ ആണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ നിന്ന് ഞങ്ങൾ നീക്കാനുള്ളതാണിത്. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഗേബിയൻ വാളാണ്. സൈഡ് വാൾ ഇതായി ഈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കായിട്ട് ഗേബിയൻ വാളാണ്. അത് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മാറിയിട്ട് പിന്നെ നമ്മുടെ ആറി ബ്ലോക്കാണ്. ഇവിടെ ഈ സൈഡിൽ തുടക്കത്തിൽ നല്ല വീതിയുണ്ട്. പിന്നെ ഒരു 5 മീറ്ററായിട്ട് ചുരുങ്ങി കൊണ്ടാണ് മറ്റേ നമ്മുടെ ആ റോഡിലേക്ക് കയറുന്നത് കേട്ടോ. നമ്മുടെ വലിയ 6 വരിപ്പാതയിലേക്ക് കയറും ചെയ്യുക, സർവീസ് റോഡിലേക്ക് ഇറങ്ങും ചെയ്യുക. ആ ഒരു വിധത്തിലാണെന്ന് തോന്നുന്നല്ലേ ഇവിടുത്തെ വർക്ക് വരുന്നത്. സർവീസ് റോഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 6 വരിപ്പാതയിലേക്ക് കയറാനുള്ള ഒരു ഇതുകൂടി ഉണ്ടാവുമോ എന്താണെന്നറിയില്ല, നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3ാമത്തെ പാലം സർവീസ് റോഡാണ്. അതെങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ നമുക്കിതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. എവിടെ ഇത് വർക്ക് കഴിച്ചു വെച്ചത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ബോക്സ് ഗാഡർ ഇതാ നമ്മുടെ ഗാൻട്രി ക്രെയിനിൻ്റെ അടിയിലെത്തിയിരിക്കുകയാണ്. ഇനി അവിടുന്ന് തൂക്കണം കേട്ടോ. അവിടുന്ന് തൂക്കാനുള്ള സെറ്റപ്പുകൾ. ഇത് വളരെ ടൈം എടുക്കുന്ന വർക്കാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കണ നമ്മുടെ പിയറിൻ്റെ മുകളിൽ
ചെറിയ വർക്കൊക്കെ നമ്മുടെ ക്രെയിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ട്രാക്ക് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ട്രാക്ക് മുന്നോട്ടാക്കുന്ന ഗാൻഡ്രി ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകല്ലേ, ഇവിടെ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ യെസ്, അതൊരു ഇരുമ്പിൻ്റെ ഷീറ്റ് കുമ്മായത്തിൻ്റെ മുകളിൽ, സ്ട്രോങ് കുമ്മായത്തിൻ്റെ മുകളിൽ അവർ ഉറപ്പിക്കുന്നത്. 3 അടി വിട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത സ്പാൻ്റെ മുകളിൽ, പിയറിൻ്റെ മുകളിലേക്ക് അവർ കമ്പികളൊക്കെ ഓരോ ടൂൾസുകൾ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടുന്ന് ഒരു ഗാഡർ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും ഇനി വർക്ക് ഫുള്ളാവില്ല. അപ്പോൾ ഇനി നാളത്തേക്ക് അവർ മാറ്റി വെച്ചെന്ന് തോന്നുന്നു. ഇതൊക്കെ കുറേ സമയം എടുക്കുന്ന പണിയാട്ടോ. സമയം എടുക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഇന്ന് നാളെയും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഇവർക്ക് താഴത്ത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ആ ഗേഡർ അങ്ങോട്ട് നീക്കാനുണ്ട്. ആ ഗേഡർ നീക്കി കഴിഞ്ഞാൽ ഈ ഗേഡർ അവിടെ ഇറക്കി വെക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പം നാളെയും വന്നിട്ട് കാത്തു നിന്നാലും കഴിച്ചിലാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇനി ഗേഡർ തൂക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുന്ന പണിയാണ്. ആ ഗേഡർ അവിടെ നിന്ന് അപ്പുറത്തേങ്ങനെ എടുത്ത് വെക്കുന്ന നീക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാത്തൊന്നും കഴിയില്ല. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ നമുക്ക് സെറ്റപ്പാക്കാം കേട്ടോ. അപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ വർക്കിൻ്റെ കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.